CKD എന്ന് പറഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസാണ്. CKD ബാധിച്ചിട്ടുള്ള രോഗികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. CKD ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ആ അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യുക. ഡയാലിസിസ് സ്റ്റേജിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ കിഡ്നി രോഗികൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് ക്രിയാറ്റിനിൻ കൂടാതെ നോക്കുന്നത്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണോ വേണ്ടേ, കാലറീസ് കൂടുതലുള്ള ഭക്ഷണമാണോ കഴിക്കേണ്ടത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. CKD എന്ന് പറഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ് എന്നാണ്. അതായത് ദീർഘകാലമായി കിഡ്നീൻ്റെ ഫങ്ഷൻ കുറഞ്ഞു വരുന്ന ഒരു അസുഖമാണ്. കിഡ്നി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അപ്രകാരം പ്രവർത്തിക്കാത്ത ഒരു കണ്ടീഷനാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി അതിൽ സിറം ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നത് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ഡോക്ടർ പറയുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നിയിൽ ഡാമേജ് വന്നു കഴിഞ്ഞു എന്നാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡാമേജ് കിഡ്നിക്ക് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ചില പ്രത്യേക തരത്തിലുള്ള ന്യൂട്രിയൻസും ഭക്ഷണവും ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസ് കഴിക്കുന്നത് കുറയ്ക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് കിഡ്നി ഫങ്ഷൻ കുറേയൊക്കെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈ ബ്ലഡ് പ്രഷറിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. യൂറിനിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത്, അതിന് പ്രോട്ടീൻ യൂറിയ എന്ന് പറയും, അത് കുറച്ച് നിർത്താൻ സാധിക്കും. അവരുടെ ഓവറോൾ ഹെൽത്ത്, പ്രത്യേകിച്ചും ഹാർട്ടിൻ്റെയും ബോൺ ഹെൽത്തിനും വേണ്ടി പ്രത്യേക തരത്തിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്റ്റഡീസിലും റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസിൽ പോലും തെളിയിച്ചിട്ടുള്ളത് ഡയാലിസിസിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ഉള്ള ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസിന് ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞു കൊടുത്ത് അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു നെഫ്രോളജിസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരുടെ മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് 19% കുറച്ച് നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ സ്റ്റഡി കമ്പയർ ചെയ്തത് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാത്ത ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസിനെ വെച്ചിട്ടായിരുന്നു. സ്റ്റഡീൻ്റെ കൺക്ലൂഷനിൽ അവർ കണ്ടുപിടിച്ചത് ഏർലി CKD സ്റ്റേജസിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് പ്രൊലോങ് ചെയ്യാൻ സാധിക്കുമെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പച്ചക്കറികളാണ്, പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ്. ഹോൾ ഗ്രെയിൻസ് വേണം, ഫ്രൂട്ട്സ് വേണം, നട്ട്സ് വേണം, ലെഗ്യൂംസ് അഥവാ പരിപ്പ് വർഗ്ഗങ്ങൾ വേണം, ഫിഷ് വേണം. ഫിഷിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കണം. സോഡിയം അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവും നല്ല രീതിയിൽ കുറയ്ക്കേണ്ടതാണ്. ഇത്തരത്തിലൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് CKD ഉണ്ടെങ്കിൽ പോലും മരണനിരക്ക് കുറച്ച് നിർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഹൈ ഷുഗറുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, സോഡ കഴിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെയാണ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം മരണനിരക്കും കൂടി നിൽക്കുന്നതാണ് പറയുന്നത്. പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസിലും റിപ്പീറ്റഡ് ആയിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യം പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കിഡ്നി ഡാമേജ് കുറയ്ക്കുന്നതാണ്. ബ്ലഡ് പ്രഷർ കുറച്ച് നോർമൽ ലെവലിൽ നിർത്തുന്നു പറയുന്നുണ്ട്. ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണവും ഒഴിവാക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, തേന്, ഫ്രൂട്ട് ജ്യൂസസ് എല്ലാം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ക്രോണിക് കിഡ്നി ഡിസീസ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധിക പേഷ്യൻസും പിന്നെ വല്ലാതെ ഓവറായി ഡയറ്റ് ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വരുന്ന പ്രധാനപ്പെട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാലറീസ് പോലും ചിലപ്പോൾ കിട്ടാറില്ല. കാരണം പ്രോട്ടീൻ മാത്രം കുറച്ച് നിർത്തി ഒരു ലോ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് പകരം കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് അവരുടെ ബോഡിക്ക് ആവശ്യമുള്ള കാലറീസ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ രൂപത്തിൽ കിട്ടുന്നതിൻ്റെ അളവും കുറയും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാൽ ന്യൂട്രീഷനിലേക്ക് ചെന്നെത്താറുണ്ട്. ഇങ്ങനെ കാലറീസ് കുറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ ബാലൻസിൽ മാറ്റം വരുന്നതും ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തിൽ മാറ്റം വരുന്നതും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും ഒക്കെ കാരണം അവർ വല്ലാതെ മെലിഞ്ഞു പോകാറുണ്ട്, ഭയങ്കര തിന്നാവാറുണ്ട്. ഇത്തരത്തിൽ മാൽ ന്യൂട്രീഷനിലേക്ക് പോയി വളരെ തിന്നാവുന്ന CKD പേഷ്യൻസ് പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് എത്തിച്ചേരുന്നതും സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ CKD ഒന്നും ഇല്ല, ക്രോണിക് കിഡ്നി ഡിസീസ് ഒന്നും നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മെലിഞ്ഞിരിക്കുന്നതാണ്, തിന്നായി നിൽക്കുന്നതാണ്. ഓവർ വെയ്റ്റോ പൊണ്ണത്തടിയോ നല്ലതല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾക്ക് CKD കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ക്രോണിക് കിഡ്നി ഡിസീസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തടി ഉള്ളതാണ് നല്ലത്. അതായത് നിങ്ങളുടെ BMI മിനിമം 22.5ൻ്റെ മുകളിലേക്ക് നിൽക്കണം. 18ൻ്റെയും 22.5ൻ്റെയും ഇടയിൽ BMI ഉള്ള CKD പേഷ്യൻസിന് മോർട്ടാലിറ്റി റേറ്റ്സ് കൂടുതലാണെന്നും സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി പ്രോട്ടീനെ കുറിച്ച് പറയാം. അധിക കിഡ്നി ഡിസീസ് പേഷ്യൻസിനും പ്രോട്ടീൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴാണ് അവർക്ക് പേടി ഉണ്ടാകുന്നത്. പ്രോട്ടീൻ കുറയ്ക്കണം എന്നുള്ള ഉപദേശം അവരെല്ലായിടത്തും കേട്ടിട്ടുണ്ടാകും. ഡയറ്റീഷ്യൻ്റെ അടുത്തും നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തും
അവരുടെ ഡോക്ടർമാരുടെ നിന്നും വാട്സാപ്പിലും എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കും പ്രോട്ടീൻ ആവശ്യമുണ്ട്. അതിൻ്റെ ലെവൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പ്രോട്ടീൻ്റെ അളവ് ഒപ്റ്റിമൽ റേഞ്ച് എന്ന് പറയുന്നത് അത് അഡ്വാൻസ്ഡ് ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസിനാണെങ്കിൽ പോലും റെക്കമെൻഡഡ് ലെവൽ പറയുന്നത് 0.6 മുതൽ 0.8 ഗ്രാം പെർ കിലോഗ്രാം നിങ്ങളുടെ ബോഡി വെയിറ്റ് ആണ്. അത് ഒരു ദിവസത്തേക്കാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CKD ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വല്ലാതെ കുറയ്ക്കുകയല്ല വേണ്ടത്. പ്രോട്ടീൻ്റെ അളവ് ചെറുതായിട്ട് കുറയ്ക്കണം. എന്തൊക്കെ തരത്തിലുള്ള പ്രോട്ടീനാണ് കുറയ്ക്കേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷേ സാധാരണ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കരുത്. പ്രത്യേകിച്ച് ചോറ്, ചപ്പാത്തി, ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെയും ക്വാണ്ടിറ്റി അതേപോലെ തന്നെ നിലനിർത്താൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇനി നിങ്ങൾക്ക് ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കുറച്ച് കൂട്ടുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇത് ഡയാലിസിസ് തുടങ്ങിയിട്ടുള്ള കിഡ്നി ഡിസീസ് പേഷ്യൻസിൻ്റെ മാത്രം കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇത്തരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മോർട്ടാലിറ്റി റേറ്റ്സ് കുറച്ച് നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഡയാലിസിസ് തുടങ്ങിയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ ആൽബുമിൻ ലെവൽ ഒരു LFT എന്ന് പറയുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. 3.8ൻ്റെ മുകളിലേക്ക് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കുറച്ച് നിർത്താൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഡയാലിസിസിലേക്ക് എത്താത്ത ബാക്കി എല്ലാ CKD പേഷ്യൻസും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാമെന്നാണ്. കാരണം നോർമൽ ലെവലിൽ പ്രോട്ടീനോ അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഫോസ്ഫേറ്റിൻ്റെ അളവ് നിങ്ങളുടെ രക്തത്തിലും നിങ്ങളുടെ ബോഡിയിലും കൂടി വരും. അത് കൂടുതൽ ഡാമേജസ് ഉണ്ടാക്കും. യുറീമിക് സിംറ്റംസ് കൂടുതലുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ കിഡ്നി ഡാമേജ് കൂടുതലായിട്ട് നടക്കും. നേരെ മറിച്ച് നിങ്ങൾ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീനൽ ഡാമേജ്, അതായത് കിഡ്നി ഡാമേജ് കുറച്ച് നിർത്താൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ കാലം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കാനും പറ്റും. ലോ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ 0 പ്രോട്ടീൻ എന്നല്ല അർത്ഥം. പ്രോട്ടീൻ്റെ അളവ് വേണം. നമ്മളുടെ ബോഡിയിൽ പല കാര്യങ്ങളും നടത്താൻ നമുക്ക് പ്രോട്ടീൻ വേണം. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലെവൽ, ആ ബാലൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സാധാരണ ഒരാൾക്ക് CKD ഒന്നും ഡയഗ്നോസ് ചെയ്യാത്തൊരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എത്ര പ്രോട്ടീനാണോ വേണ്ടത് അതിലും കുറച്ച് കുറവ് ലെവലിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ ഡയറ്റ് ലോ പ്രോട്ടീൻ ഡയറ്റാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഹൈപ്പർ ഫോസ്ഫറ്റീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CKD പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഫോസ്ഫറസിൻ്റെ ഡെറിവേറ്റീവ്സും ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയാനുള്ള കിഡ്നീൻ്റെ കഴിവ് അത് കുറഞ്ഞു വരുന്ന സമയത്ത് ഫോസ്ഫേറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടി വരുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസിന് നല്ല കാര്യമല്ല. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരു കാര്യമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവ്. അധികം ആൾക്കാർക്കും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര ഉപ്പുണ്ട്, ഏതൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ളതെന്നൊന്നും യാതൊരു ഐഡിയയും ഉണ്ടാവാറില്ല. ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുക, നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ വോളിയം കൂടുക, അത് കൂടുതൽ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇത് ഡയറക്റ്റായിട്ട് നേരിട്ടിട്ടും കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. മറ്റു ചില സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് സോൾട്ട് ഇൻടേക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ആൽബുമിനൂറിയ, യൂറിനിലൂടെ ആൽബുമിൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ നിരക്ക് കൂടും. യുറീമിക് സിംറ്റംസ് കൂടുതലുണ്ടാവും. ഇത് രണ്ടും ഡയറക്റ്റ്ലി കിഡ്നി ഡാമേജ് ഉണ്ടാക്കുമെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ യൂറിയ, അതായത് യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്നത് കുറച്ച് നിർത്താൻ പറ്റും. കിഡ്നി ഡാമേജും കുറച്ച് നിർത്താൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണത്തിലാണ് ഉപ്പ് കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എല്ലാ തരത്തിലുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, കൺഫെക്ഷനറീസ്, ഉപ്പ് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്ത് തരത്തിലുള്ള കൂടുതൽ സ്വാദുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പറ്റില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലതാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുണ്ട്, വെജിറ്റബിൾസ് അടങ്ങിയിട്ടുണ്ട്, നട്ട്സ് ഉണ്ട്, പരിപ്പ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ലെഗ്യൂംസ് ഉണ്ട്, ഫിഷ് അടങ്ങിയിട്ടുണ്ട്, ഹോൾ ഗ്രെയിൻസ് ഉണ്ട്, ഒലിവ് ഓയിൽ പോലത്തെ ഓയിൽ ഉണ്ടാവും, ഹെർബ്സ് കഴിക്കാം, നിങ്ങൾക്ക് സ്പൈസസ് ഉപയോഗിക്കാം. പക്ഷേ റെഡ് മീറ്റ് കഴിയുന്നതും കുറയ്ക്കുക. റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൺ, ബീഫ്, പോർക്ക്, ചിക്കൻ കഴിക്കുന്നതും കുറയ്ക്കേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൽ ഫോസ്ഫറസിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഹൈപ്പർ ഫോസ്ഫറ്റീമിയയിലേക്കൊന്നും പോവില്ല. പോരാത്തതിന് ഹോമോസിസ്റ്റിൻ്റെ അളവ് രക്തത്തിൽ കുറച്ച് നിർത്താനും മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ ഡയറ്റ് നിങ്ങളുടെ ഹാർട്ടിനും ഹെൽത്തി ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഡയറ്റ് കിഡ്നി പേഷ്യൻസിന് പറ്റിയതാണ് വെരി ലോ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടീൻ്റെ അളവ് അവർ കൃത്യമായി നോക്കി പറഞ്ഞു തരും. ഇതിന് റെഗുലർ ഫോളോ അപ്പ് വേണം. ഒരു ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് വേണ്ടി വരും. ഈ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ശരീരം പ്രവർത്തിക്കാൻ അത്യാവശ്യം വേണ്ട ചില അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ബോഡി പ്രോട്ടീനെ ഉണ്ടാക്കുന്നത്.
ആ അമിനോ ആസിഡ്സ് ചിലപ്പോൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും, കീറ്റോ ആസിഡ്സ് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സേഫ് ആണെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റേജ് 4, സ്റ്റേജ് 5 CKD പേഷ്യൻസിനും ഇത്തരത്തിലുള്ളൊരു ഡയറ്റാണ് മെയിൻലി റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഡയറ്റ്. കാരണം ഇത്തരത്തിലുള്ളൊരു ഡയറ്റ് പ്രോട്ടീൻ യൂറിയ കറക്റ്റ് ചെയ്യും, ബ്ലഡ് പ്രഷർ കറക്റ്റാക്കി നിർത്തും, ഹീമോഗ്ലോബിൻ്റെ അളവ് കറക്റ്റായിട്ട് നിർത്തും, വൈറ്റമിൻ ഡിൻ്റെ ലെവലും നോർമൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയാലിസിസിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ഉള്ള സമയം അത് കൂട്ടാനും സഹായിക്കും. അതുമാത്രമല്ല ഓവറോൾ ലൈഫ് സ്പാനും വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ളൊരു ഡയറ്റാണ് എല്ലാവരും CKD പേഷ്യൻസിന് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിയാൽ മതിയാവില്ല. അതിന് റെഗുലർ ഫോളോ അപ്പ് വേണം. എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫോസ്ഫറസ് എത്രയുണ്ട്, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ടോ, ഉപ്പിൻ്റെ അളവ് കൃത്യമാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കേണ്ടി വരും. അതിനൊരു ഡയറ്റീഷ്യൻ നിർബന്ധമായിട്ടും വേണം. ഡയറ്റീഷ്യൻ മാത്രമല്ല, ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ സൂപ്പർവിഷനും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പാക്കേജിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനായി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ഡോഫോഡി ആപ്പിലുള്ള പാക്കേജസ് ട്രൈ ചെയ്യാവുന്നതാണ്. പാക്കേജസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്കും ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണത്തിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്, ആ കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി നിൽക്കുന്നതും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.